നമസ്കാരം. ഞാനൊരു സമരപ്പന്തലിലാണ്. തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിലാണ് ഈ സമരപ്പന്തൽ. ഈ സമരപ്പന്തലിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒരു പള്ളിയുടെ മുന്നിലാണ് ഈ ഒരു സമരപ്പന്തൽ. നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും ഇതൊരു പള്ളിയാണ്. എസ് എൻ പുരം പഞ്ചായത്ത്, അതായത് കൊടുങ്ങല്ലൂരിലെ എസ് എൻ പുരം പഞ്ചായത്ത് എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്ത്, വെളുത്തക്കടവ് എന്ന് പറയുന്ന സ്ഥലത്ത് ദാറുസ്സലാം ജുമാ മസ്ജിദ്. ദാറുസ്സലാം ജുമാ മസ്ജിദിന്റെ മുന്നിലാണ് ഈ മഹല്ലിലെ കുറച്ച് ആളുകളൊക്കെ ഇവിടെ കൂടിയിരിക്കുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ സമരവുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ ചില വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. മുഖ്യധാര മാധ്യമങ്ങൾ പലപ്പോഴും ഈ സമരം കണ്ട ഭാവം നടിക്കുന്നില്ല. ഒരു വലിയ കൊള്ള ഈ മഹല്ലുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. ഈ മഹല്ലിന്റെ സ്വത്തുവാകുകളൊക്കെ ഒരു സംഘടന അവരുടെ ട്രസ്റ്റിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റി. മാത്രമല്ല, ഇവിടെ ഏകദേശം ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ട് പള്ളിയുടെ കുറച്ച് സ്ഥലങ്ങൾ വിട്ടുകൊടുത്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് 2,76,44,485 രൂപ ഇവിടെ ഈ പള്ളിയുടെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നു. ഈ പണവും ഇവിടെ മഹല്ല് പ്രസിഡന്റിനെ പറ്റിച്ചിട്ടല്ലേ, മഹല്ല് പ്രസിഡന്റിനെ പറഞ്ഞു പറ്റിച്ച്, പ്രായമായിട്ടുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം, ഇവിടെ എത്തിയിട്ടില്ല. അദ്ദേഹം എന്തോ എത്തിയിട്ടുണ്ടോ? മഹല്ല് പ്രസിഡന്റ് എത്തിയിട്ടുണ്ട്. മഹല്ല് പ്രസിഡന്റിനെ പറ്റിച്ച് അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ നിന്ന് ആ പണം ഇവിടെ ഒരു സ്വകാര്യ വ്യക്തികൾ അവരുടെ ട്രസ്റ്റിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റി. വലിയ ഒരു തട്ടിപ്പ്, വലിയൊരു കൊള്ളയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അതിന്റെയൊക്കെ കൃത്യമായ രേഖകൾ ഇവിടെ ഈ മഹല്ലുമായി ബന്ധപ്പെട്ടുള്ള ആളുകളുടെ പക്കലുണ്ട്. അവരൊക്കെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കും. എന്തായാലും ഈ നാട്ടുകാർ വലിയ സങ്കടത്തിലാണ്. അവരുടെ പൂർവികരായിട്ടുള്ള ആളുകൾ പള്ളി പണിയുന്നതിന് വേണ്ടി വഖഫ് ചെയ്ത സ്വത്ത്, ആ സ്വത്ത് ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ട് വിട്ടുകൊടുക്കേണ്ടി വന്നു. അതിന്റെ ഭാഗമായി കിട്ടിയ വലിയ തുക, അതോടൊപ്പം തന്നെ ഇവിടെ ഈ പള്ളിയുടെ ബാക്കി വരുന്ന സ്ഥലം, ഇതൊക്കെ ചില ആളുകൾ അവരുടെ സ്വകാര്യ താല്പര്യം മുൻനിർത്തിക്കൊണ്ട് അവരുടെ അക്കൗണ്ടുകളിലേക്ക് മാറ്റി. ചിലരൊക്കെ വിശ്വസിച്ചു എന്നുള്ളതാണ് ഈ മഹല്ലുകാർ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. എന്തായാലും ഈ മഹല്ലിന്റെ ആളുകൾ ഇവിടെ ഉണ്ട്. പ്രസിഡന്റ് വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. നമുക്ക് പ്രസിഡന്റുമായി സംസാരിക്കാം, അതുപോലെ തന്നെ ഭാരവാഹികളുമൊക്കെ ആയിട്ട് സംസാരിക്കാം. സമൂഹ മാധ്യമങ്ങളിൽ ചില വാർത്തകളൊക്കെ പ്രചരിക്കുമ്പോൾ ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്നറിയാൻ ഒരു താല്പര്യമുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇന്ന് ഇവിടെ നേരിട്ടെത്തിയത്. സമരവുമായി ബന്ധപ്പെട്ട് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കേട്ടപ്പോൾ ഈ സമരത്തിന്റെ ഭാഗമാകണം എന്ന് തന്നെ ഞാനും തീരുമാനിച്ചു. എന്തായാലും ഇവിടെ ഈ മഹല്ലുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾ എന്താണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചിട്ടുള്ളത്, എന്താണ് വിഷയം? നമ്മളുടെ ഈ പള്ളി ജനങ്ങളുടെ എല്ലാവരുടെയും പള്ളിയായിരുന്നു. അങ്ങനെ തന്നെ നിലനിന്ന് പോകണം എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഈ നമ്മളുടെ എല്ലാ ആളുകളുടെയും ഈ സമരത്തിലുള്ള ഉദ്ദേശം. അതായത് ഒരു സംഘടന, പ്രത്യേക സംഘടന അവർ പിടിച്ച് അവർ പ്രത്യേക ഇതിനു വേണ്ടി അവരുടെ കീഴിലാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിനെതിരെ നമ്മളെല്ലാവരും രംഗത്ത് വന്നു എന്നുള്ളതാണ് അതിന്റെ ചുരുക്കം. അതിന് കാരണമായി മാറിയത് നമ്മൾ നിർഭാഗ്യവശാൽ ഒരു പള്ളിയുടെ ഈ ഹൈവേക്ക് വേണ്ടിയുള്ള ഒരു ഹൈവേ ഭൂമി ഏറ്റെടുക്കലും അതുപോലെ പള്ളിക്ക് ഇത്തരം പൈസ വരികയും ചെയ്ത ഒരു സന്ദർഭമാണ് ഇങ്ങനെ നമ്മളെ പള്ളി നമ്മുടേതല്ലാതായി മാറിയത്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കി. യഥാർത്ഥത്തിൽ ഇവിടെ ഞാൻ അറിഞ്ഞെടുത്തോളം ഇവിടെ സുന്നികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം മാത്രം ഉണ്ടായിരുന്ന ഒരു പ്രദേശമാണ്. മറ്റുള്ള ആളുകളൊക്കെ കുറവായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. എങ്ങനെയാണിത്? ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമിയുടെ ആളുകളാണ് ഈ പണം തട്ടിയെടുത്തത്, അതുപോലെ തന്നെ അവരുടെ ട്രസ്റ്റിന്റെ കീഴിലേക്ക് പള്ളി മാറ്റിയത് എന്നൊക്കെ അറിയാൻ കഴിഞ്ഞു. ഇവിടെ ബോർഡും വെച്ചിട്ടുണ്ട്. എങ്ങനെയാണ് അവരുടെ പക്കൽ ഈ പള്ളിയും അതുപോലെ തന്നെ ഈ പള്ളിയുടെ സ്വത്തുക്കളൊക്കെ എത്തിപ്പെട്ടത്? ഇവിടെ പള്ളിയുടെ ചരിത്രത്തിൽ കുറച്ചുറക്കം സംസാരിച്ചാൽ ചരിത്രത്തിൽ എല്ലാ ആളുകളും എല്ലാ ആശയത്തിലുള്ള ആളുകളും നോക്കി നടത്തിയിരുന്ന ഒരു പള്ളിയാണ്. ഇപ്പം നമ്മുടെ ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഇവിടെ പ്രധാനമായിട്ടും ഇതിൻ്റെ പള്ളിയുടെ സംരക്ഷണം നടന്നത് മുജാഹിദ് ആശയക്കാരുണ്ടായിരുന്നു, സുന്നി ആശയക്കാരൊക്കെ ആയിട്ട് ആളുകളെല്ലാവരും കൂടി പ്രത്യേകിച്ച് വ്യത്യാസങ്ങളില്ലാതെ എല്ലാവരും സൗഹാർദ്ദത്തിൽ തന്നെ സംരക്ഷിച്ച് പോന്നിരുന്ന ഒരു പള്ളിയാണ്. അപ്പോൾ അതിൽ കാലക്രമേണ ഇവിടെ ജമാഅത്ത് ആശയത്തോട് ആഭിമുഖ്യമുള്ള ആളുകൾ നേതൃത്വത്തിൽ വരികയും അവർ എല്ലാ ജമാഅത്തിനോട് അടുത്തുള്ള ട്രസ്റ്റുമായി ഒരു സഖ്യത്തിലാണ് ചെയ്തിട്ടുള്ളത്. അത് വളരെ കാലം മുമ്പാണ്, അതായത് 98 നടന്നൊരു കാര്യമാണ്. അതിനുശേഷമാണ് ഇവിടെ കുത്തുബയൊക്കെ ഉണ്ടായി, ഒരു ജുമുഅ കുത്തുബൊക്കെ ഇവിടെ തുടങ്ങിയ ഒരു സാഹചര്യം ഉണ്ടായത്. അതിനെല്ലാവരും അതിനോടൊന്നും ഇവിടെ ആരും എതിർപ്പുണ്ടായിട്ടില്ല. ജമാഅത്ത് ഇസ്ലാമി ആയാലും മുജാഹിദ് ആയാലും ഏത് സംഘടനയായാലും ആ സംഘടനയുടെ ആശയത്തിനനുസരിച്ച് മുന്നോട്ട് പോകുന്നതിനോടൊന്നും ഇവിടെ ജനങ്ങൾ എതിർത്ത് വന്നിട്ടില്ല, എതിർപ്പുണ്ടായിട്ടില്ല. ഇപ്പോഴും എതിർപ്പ് വന്നിട്ടില്ല. എതിർപ്പ് വന്നത് നമ്മുടെ പള്ളി തന്നെ, പള്ളിയുടെ ഉടമസ്ഥാവകാശം ഒരു ഇതിൻ്റെ പേരിൽ, ഈ ഒരു സൗഹൃദത്തിൻ്റെയും ഈ ഒരു ഇതിലുള്ള
നിയന്ത്രണത്തിൻ്റെയും ഉപയോഗിച്ച് ആ സാധ്യത ഉപയോഗിച്ചുകൊണ്ട് പള്ളിയുടെ ഉടമസ്ഥാവകാശം തന്നെ മാറ്റിയെടുക്കുക എന്നൊരു സിറ്റുവേഷൻ വന്നപ്പോഴാണ് ജനങ്ങൾ ഇതിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. അതുണ്ടായത് ഈ ഹൈവേയുടെ പൈസ വന്ന ശേഷം മാത്രം ഉണ്ടായ ഒരു സാഹചര്യമാണ്. ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് ഇവിടെ സുന്നി ആശയം അനുസരിച്ചായിരുന്നല്ലോ ഇവിടെ നേരത്തെ പ്രാർത്ഥനകളും ഖുത്ബയാണെങ്കിലും അതുപോലെ തന്നെ തറാവീഹ് ആണെങ്കിലും പ്രാർത്ഥനകളൊക്കെ ആ ഒരു രീതിയിലാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. പിന്നീട് അത് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയം അനുസരിച്ച് പ്രവർത്തിക്കാൻ ഈ മഹല്ലിലെ ആളുകളുടെ സമ്മതത്തോടു കൂടി തന്നെയാണ് അതുണ്ടായത്.